ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എക്സ്പ്ലനേറ്റീവ് വീഡിയോയിലേക്കാണ് രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലേണിംഗ് ആൻഡ് ടീച്ചിങ് എന്നുള്ളതാണ് സബ്ജക്ട്. 2024, 23, 22 വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് യൂണിറ്റിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമുക്കറിയാം ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ളത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ് ആദ്യമേ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അതിൽ 3 ഡയമെൻഷനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു. അടുത്തായി നമ്മൾ നോക്കുന്നതാണ് ഡിസ്ക്രൈബ് ദി ടെക്നിക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ആൻഡ് സെൽഫ് ലേണിംഗ് ബൈ ഹൈലൈറ്റിംഗ് ഇറ്റ്സ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ദെൻ എക്സ്പ്ലെയിൻ ദ ടെക്നിക്സ് ഓഫ് സെൽഫ് ലേണിംഗ്. അപ്പോൾ ഈ ദ ടെക്നിക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗും ദ ടെക്നിക്സ് ഓഫ് സെൽഫ് ലേണിംഗും ഓൾമോസ്റ്റ് സെയിം ആണ്. അതേപോലെ തന്നെ ഇതിൽ ഏത് ചോദിച്ചു കഴിഞ്ഞാലും അതിന്റെ ഇംപ്ലിക്കേഷൻസ് ചോദിച്ചാലും ഇതേ ആൻസർ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് തിങ്ക്, പെയർ ആൻഡ് ഷെയർ എന്നുള്ളതാണ്. തിങ്ക്, പെയർ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെയർ ആയിക്കൊണ്ട് ചിന്തിക്കുകയും അവർ പരസ്പരം തമ്മിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന രീതിയെ തന്നെയാണ് തിങ്ക്, പെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്നത്. പിന്നെ റോൾ പ്ലേയിങ് എന്നുള്ളതാണ്. എന്താണ്? എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് അതിനെ പ്ലേ ചെയ്യാൻ വേണ്ടി പറയുന്നതിനാണ് റോൾ പ്ലേയിങ്. അതൊക്കെ കുട്ടികളുടെ സെൽഫ് എഫേർട്ട് ഇടുന്നു, അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഉയരുന്നു, അവരുടേതായിട്ടുള്ള അറിവുകൾ പ്രത്യേകം അവർ തന്നെ സ്വമേധയ ഉണ്ടാക്കുന്നൊക്കെ രീതിയാണ് റോൾ പ്ലേയിങ്ങിലൂടെ നടക്കുന്നത്. ഈ മെത്തേഡുകളെല്ലാം അത് തന്നെയാണ് അവിടെ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത്. ദെൻ യൂസിങ് ദ ജിഗ്സോ പസിൽസ് എന്നുള്ളതാണ്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ജിഗ്സോ പസിൽസ് കൊടുത്തുകൊണ്ട് അത് പിന്നെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ഇന്റലിജൻസ് ലെവലൊക്കെ വളരുന്നു, അതേപോലെ തന്നെ കോർഡിനേഷൻ ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് മെത്തേഡുകളെല്ലാം തന്നെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. പിയർ റിവ്യൂ, ഡിസ്കഷൻ, പ്രോബ്ലം സോൾവിംഗ് യൂസിങ് റിയൽ ഡാറ്റ, ഗെയിം ബേസ്ഡ് ലേണിംഗ്. ഇത്രയും 7 ടെക്നിക്സുകളാണ് ആക്റ്റീവ് ലേണിംഗിലെ ടെക്നിക്സുകളായിട്ട് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി പറ്റുന്നത്. ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ സെൽഫ് ലേണിംഗ് ടെക്നിക്സുകളായിട്ട് നമുക്ക് എടുത്തു പറയാം. ഓക്കെ, ഇനി കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ടെക്നിക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു 5 മെയിൻ ഹെഡുകളാക്കി തിരിച്ചുകൊണ്ട് നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്യാം. അതിൽ സെൽഫ് ലേണിംഗ് എന്നും ആക്റ്റീവ് ലേണിംഗിന്റെയും ടെക്നിക്സുകളായിട്ട് നമുക്ക് ഇതിനെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിൽ ഒന്നാമത്തെ ഹെഡ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സുകൾ മാത്രമായിട്ട് എടുത്തു പറയുക, അഥവാ സെൽഫ് ലേണിംഗിന്റെ ടെക്നിക്സുകൾ എടുത്ത് പറയുമ്പോൾ ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സുകൾ മാത്രമായിട്ട് എടുത്ത് പറയുക. രണ്ടാമത്തത് റിസോഴ്സ് ബേസ്ഡ് ലേണിംഗ് ടെക്നിക്സ് എന്നുള്ളതാണ്. മൂന്നാമത്തത് റിഫ്ലക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ്. ദെൻ ഫോർത്ത് വൺ എക്സ്പെരിമെന്റൽ ലേണിംഗ് ടെക്നിക്സ്. ദെൻ ഫിഫ്ത്ത് വൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ടെക്നിക്സ്. ഈ 5 ടൈപ്പ് ഓഫ് ടെക്നിക്സുകളും സെൽഫ് ലേണിംഗിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവ ഓരോന്നിന്റെയും അണ്ടറിൽ നമുക്കൊരു 4ഓളം സബ് പോയിന്റ്സുകൾ കൂടി നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ എസ്സെ കംപ്ലീറ്റ് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. ഒന്ന്, ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സുകൾ നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യിപ്പിക്കണം, അതേപോലെ തന്നെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിപ്പിക്കണം, അതുപോലെ തന്നെ ഈ പഠിക്കാനുള്ള ടോപ്പിക്കുകളെ ചെറിയ ചെറിയ പാർട്ടുകളാക്കി തിരിക്കണം, ബ്രേക്കിംഗ് ടാസ്ക്സ് ഇൻ ടു ചങ്ക്സ് എന്നുള്ളത്. ദെൻ പ്രാക്ടീസിങ് ആക്റ്റീവ് റീകോൾ, അതായത് ഓർമ്മയിൽ നിന്നും പിന്നെ റീകോൾ ചെയ്യുന്നതിന് തക്കതായിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള പ്രാക്ടീസുകൾ നടത്തുക. അഥവാ ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സുകൾ അല്ലെങ്കിൽ ആക്റ്റീവ് ലേണിംഗിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് സെറ്റിംഗ് ഗോൾസ്, സെക്കൻഡ് വൺ ക്രിയേറ്റിംഗ് എ ഷെഡ്യൂൾ, ദെൻ തേർഡ് വൺ ബ്രേക്കിംഗ് ടാസ്ക്സ് ഇൻ ടു ചങ്ക്സ്, പ്രാക്ടീസിങ് ആക്റ്റീവ് റീകോൾ. ബ്രേക്കിംഗ് ടാസ്ക്സ് ഇൻ ടു ചങ്ക്സ് എന്നുള്ളത് ഒരു ടെക്നിക്ക് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പലപ്പോഴായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, മെമ്മറി ടെക്നിക്സുകളിലൊക്കെ. അപ്പോൾ ആ ചങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പാർട്ടുകളാക്കി തിരിക്കുന്നതിനെയാണ് ചങ്ക്സ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ റിസോഴ്സ് ബേസ്ഡ് ലേണിംഗ് ടെക്നിക്സുകൾ. അതിൽ വരുന്ന ഒരു 4 പോയിന്റ്സ്: യൂസിങ് ഓൺലൈൻ കോഴ്സസ്, വാച്ചിങ് എഡ്യൂക്കേഷണൽ വീഡിയോസ്, റീഡിംഗ് ബുക്സ് ആൻഡ് ആർട്ടിക്കിൾസ്, ജോയിനിങ് ഓൺലൈൻ കമ്മ്യൂണിറ്റീസ്. ഈ വേർഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവ ഓരോന്നും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓരോ പിന്നെ പോയിന്റ്സുകളൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ മൂന്നാമത്തത് പറയുന്നത് ഏതാണ്? റിഫ്ലക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ് എന്നുള്ളതാണ്. റിഫ്ലക്റ്റീവ് ലേണിംഗ് ടെക്നിക്സിലെ മെയിൻ പോയിന്റ്സുകൾ: കീപ്പിംഗ് എ ലേണിംഗ് ജേണൽ, സെൽഫ് അസസ്മെന്റ് നടത്തുക, സീക്കിംഗ് ഫീഡ്ബാക്ക്, റിഫ്ലക്ടിംഗ് ഓൺ മിസ്റ്റേക്സ്, പിന്നെ മിസ്റ്റേക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. ദെൻ ഫോർത്ത് പാർട്ടിൽ വരുന്ന സബ് പോയിന്റ്സുകൾ എന്ന് പറയുന്നത് ഹാൻഡ്സ് ഓൺ എക്സ്പെരിമെന്റേഷൻ, സിമുലേഷൻ ആൻഡ് മോഡലിംഗ്, റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്, കൊളാബറേറ്റീവ് പ്രൊജക്ട്സ്. എക്സ്പെരിമെന്റൽ ലേണിംഗ് ടെക്നിക്സുകൾ എന്നുള്ളതാണ് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, നമ്മുടെ പെഡഗോഗിക്കൽ സബ്ജക്റ്റിലൊക്കെ എടുത്ത് പറയാൻ പറ്റുന്നതാണ്, കൊളാബറേറ്റീവ് പ്രൊജക്ട്സുകളൊക്കെ. ദ ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ടെക്നിക്സ് എന്നുള്ളതാണ്. അഥവാ മൊബൈൽ ആപ്പുകൾ വഴി പഠിക്കുക, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം യൂസ് ചെയ്യുക, വെർച്വൽ ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി
ഫേസ് ചെയ്യുക, പോഡ്കാസ്റ്റ് ആൻഡ് ഓഡിയോ ബുക്സുകളൊക്കെ കേൾക്കുക. അപ്പോൾ ഇവയെല്ലാം തന്നെ സെൽഫ് ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ സെൽഫ് ലേണിങ്ങിന്റെ ടെക്നിക്കുകൾ വരുന്ന ഒരു ടെക്നിക്ക് എല്ലാം എന്താണ്, ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്കുകളിൽ വരുന്നതാണ്. അപ്പോൾ ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്കുകൾ നമ്മൾ ഇവിടെ പ്രത്യേകം 7 എടുത്ത് പറഞ്ഞിട്ടുണ്ട്. തിങ്ക്, പെയർ, ഷെയർ, then role playing, using the jigsaw puzzles, peer review, discussion, problem solving using real data, game based learning. ഇപ്പോൾ നമ്മളിവിടെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ ചെയ്യാൻ കഴിയണം. ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സുകളും അതിന്റെ ഇംപ്ലിക്കേഷനുമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് എഴുതുകയും ഇനി പറയാൻ പോകുന്ന പിന്നെ ഇംപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യുകയും ചെയ്യുക. ഇനി സെൽഫ് ലേണിംഗ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു 5 ഹെഡിങ്ങുകളിലൂടെ അതിൽ ഒന്നാണ് ആക്റ്റീവ് ലേണിംഗ്. ആ ആക്റ്റീവ് ലേണിംഗിന്റെ സബ് പോയിന്റ്സുകൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇംപ്ലിക്കേഷൻസിന്റെ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഇതിൽ തന്നെ പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് സെൽഫ് ആൻഡ് ആക്റ്റീവ് ലേണിംഗ്. ഇംപ്ലിക്കേഷൻസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് സെൽഫ് ആൻഡ് ആക്റ്റീവ് ലേണിംഗ്. അതിൽ ഫസ്റ്റ് വൺ, ടെക്നിക്സ് ഓഫ് 1 minute പേപ്പർ, മേക്കിംഗ് ടു റിപ്പോർട്ട്, എഫക്റ്റീവ് റെസ്പോൺസ്, ഡെയിലി അസൈൻമെന്റ്, റീഡിംഗ് ക്വിസ്, ക്ലാസിഫിക്കേഷൻ പോസുകൾ, സോക്രട്ടിക് മെത്തേഡുകൾ, ദെൻ ഫിഷ് ബോൾ മെത്തേഡ്. ഫിഷ് ബോൾ മെത്തേഡ് എന്താണ്, പിന്നെ ഒരു കോമൺ ഗ്രൂപ്പിലെ ഒരു 4-5 പേരെ സെലക്ട് ചെയ്തിട്ട് ആ ഗ്രൂപ്പിനുള്ളിൽ നിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് പിന്നെ ഡിസ്കഷൻ നടത്തിക്കുന്ന രീതിയാണെന്ന് പറയുന്നത് ഫിഷ് ബോൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 20 പേരടങ്ങുന്ന ഗ്രൂപ്പ് ഉണ്ടാവും എന്ന് വിചാരിക്കുക. ആ 20 നിന്ന് ഒരു 4-5 പേരെ എടുക്കുക. ആ 4-5 പേരെ ആ ഗ്രൂപ്പിനുള്ളിലേക്ക് നിർത്തിയിട്ട് അവരെ കൊണ്ട് മാത്രം പരസ്പരം ഡിസ്കസ് ചെയ്യിപ്പിക്കുന്ന മെത്തേഡിനെയാണ് ഫിഷ് ബോൾ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഫിംഗർ സിഗ്നൽ, ദെൻ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുക, ഷെയർ ലേണിംഗ് ഇൻ പെയർ, ഡിസ്കഷൻ, ഇവാലുവേഷൻ ഓൺ അനദർ സ്റ്റുഡൻസ് വർക്ക്സ്. മറ്റു കുട്ടികളുടെ വർക്കുകൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴൊക്കെ പിന്നെ ഈ നമുക്ക് എന്താവും, ആക്റ്റീവ് ആൻഡ് സെൽഫ് ലേണിങ്ങിന് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അഥവാ നമ്മൾ ജസ്റ്റ് ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നതിന് മാത്രം ഫോക്കസ് കൊടുത്താൽ പോരെ, ഇങ്ങനത്തെയൊക്കെ ആക്ടിവിറ്റികൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് 1 minute പ്രസന്റേഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, 1 minute കൊണ്ട് കാര്യം അവതരിപ്പിക്കുന്ന ഒരു സ്പീച്ച് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് എന്തുണ്ടാവും, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുക വഴി കുറെ പഠനങ്ങൾ വേറെയും ലഭിക്കുന്നതായിരിക്കും. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പിന്നെ ആക്റ്റീവ് ലേണിംഗും സെൽഫ് ലേണിംഗിന്റെയും ടെക്നിക്സുകളും അവയുടെ ഇംപ്ലിക്കേഷൻസും മാത്രമാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ വരുന്ന മറ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 2024, 23, 22 എക്സ്പ്ലനേറ്റീവ് വീഡിയോ ആണ്. സെക്കൻഡ് വീഡിയോ ആണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി വീണ്ടും നമുക്ക് പരിചയപ്പെടാം. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.